മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതിന് ശേഷവും സർവകലാശാലകളിലെ അനിശ്ചിതത്വം തുടരുന്നു. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി, KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം, നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങളിൽ ഗവർണർ നടപടി സ്വീകരിച്ചിട്ടില്ല. അടിയന്തര നടപടി സ്വീകരിക്കാവുന്ന താൽക്കാലിക VC നിയമനത്തിലും ഗവർണർ ഇന്നലെ തീരുമാനമെടുത്തില്ല എന്നാണ് വിവരം. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സലീം, ഒരു സമവായത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? രാജ്ഭവന്റെ നിലപാട് എന്താണ് സലീം? രഞ്ജിത്ത്, ഈ ഗവർണർ സർക്കാർ പോര് ഏറ്റവും അധികം ബാധിച്ചത് സർവകലാശാലകളെയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ എല്ലാം വലിയ ഭരണസ്തംഭനമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ട്. ഇപ്പോൾ അതൊരു സമവായത്തിൻ്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നു എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. മാത്രമല്ല, അത് ആ നിലയിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമായിരുന്നു, ഈ പോര് അവസാനിക്കുന്നതിൻ്റെ സൂചനകളായിരുന്നു ആ ചർച്ചയിൽ എന്നുള്ളതാണ് നമുക്ക് അല്ലാതെയും മനസ്സിലാക്കുന്നത്. അപ്പോഴും ഈ സർവകലാശാലകളിലെ പ്രതിസന്ധി മാത്രമാണ് ഇപ്പോഴും എങ്ങനെ അവസാനിക്കും എന്നുള്ളതിലൊരു കൃത്യമായ സൂചനയില്ലാതെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും സർവകലാശാലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഗവർണർക്ക് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ് ആ വിഷയം. പക്ഷേ എന്നിട്ടും ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലവിലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ മാസം 15-ന് തന്നെ സർക്കാർ 3 പട്ടിക, ഈ താൽക്കാലിക VCമാരുടെ ഇതിൽ 3 പേരുടേതടങ്ങുന്ന പട്ടിക നൽകിയിരുന്നു. അതിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, രജിസ്ട്രാർ KS അനിൽകുമാർ, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടിയിലും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അതിനിടയിൽ KS അനിൽകുമാർ അവധിയിൽ പോയേക്കും എന്നുള്ള സൂചനയുമുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സർവകലാശാലയിൽ ഉൾപ്പെടെ ഗവർണർ ഇടപെടും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഈ SFI നടത്തുന്ന പ്രതിഷേധം ഉൾപ്പെടെ തൽക്കാലം സർവകലാശാലയിൽ വേണ്ട എന്നുള്ള നിലപാടാണ്. വളരെ വേഗത്തിൽ തന്നെ സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയും VC നിയമനം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.